2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി ചാൾസ് തന്റെ പങ്കാളിക്കൊപ്പം വത്തിക്കാനിലെത്തി ലിയോ 14 മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥന നടത്തിയത്. 5 നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ലിയോ 14 മാർപ്പാപ്പയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ യോർക്ക് ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്രലും ചേർന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 നൂറ്റാണ്ടോളം ഇത്തരമൊരു കാഴ്ച ലോകം കാണാതിരുന്നത്? വത്തിക്കാനും ബ്രിട്ടീഷ് രാജകുടുംബവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷ് രാജകുടുംബവും കത്തോലിക്ക സഭയും തമ്മിൽ അകലുന്നത്. 1534 അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ഹെൻറി 8 അരഗോണിയിലെ കാതറീനുമായുള്ള തന്റെ വിവാഹം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക സഭയെ സമീപിച്ചു. എന്നാൽ അന്നത്തെ മാർപ്പാപ്പ പോപ്പ് ക്ലെമന്റ് 7 ഇത് അനുവദിച്ചില്ല. കത്തോലിക്ക സഭയുടെയും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെയും അകൽച്ചയുടെ തുടക്കം ഇവിടെ മുതലായിരുന്നു. വിവാഹം റദ്ദാക്കാനായി ഹെൻറി നിരത്തിയ കാരണങ്ങൾ ഒരിക്കലും കത്തോലിക്ക സഭയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. തന്റെ പങ്കാളി കാതറിന് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഹെൻറി പറഞ്ഞ പ്രധാന കാരണം. തനിക്കൊരു ആൺകുട്ടി ജനിക്കാതിരുന്നാൽ രാജവംശത്തിന്റെ അധികാരം തന്റെ ഏക മകളായ മേരിക്ക് കൈമാറേണ്ടി വരുമെന്നും ഹെൻറി ഭയപ്പെട്ടു. പാട്രിയാർക്കൽ പാരമ്പര്യങ്ങൾക്ക് വിപരീതമായ അധികാരം സ്ത്രീകൾക്ക് കൈമാറിയാൽ അത് ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണമാകുമെന്നും ഹെൻറി വിശ്വസിച്ചു. ഇതായിരുന്നു വിവാഹം റദ്ദാക്കണമെന്നാവശ്യപ്പെടാനുള്ള യഥാർത്ഥ കാരണങ്ങളെങ്കിലും ഹെൻറി ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല. പകരം ചില മതനിയമങ്ങൾ കാരണം തങ്ങളുടെ വിവാഹം സാധുവല്ല എന്നായിരുന്നു ഹെൻറിയുടെ വാദം. കാതറിൻ ആദ്യം വിവാഹം കഴിച്ചത് ഹെൻറിയുടെ സഹോദരൻ വെയിൽസ് രാജകുമാരനെയായിരുന്നു. എന്നാൽ അദ്ദേഹം വിവാഹത്തിന് തൊട്ടു പിന്നാലെ മരണപ്പെട്ടു. പിന്നാലെ ജൂലിയസ് 2 പോപ്പിന്റെ നിർദ്ദേശാനുസരണം ഹെൻറി കാതറിനെ വിവാഹം കഴിച്ചു. എന്നാൽ പിന്നീട് തങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കാതിരിക്കുകയും കാതറിന് പ്രായമാവുകയും പരിചാരകയായിരുന്ന ആനി ബോളിനോട് ഹെൻറിക്ക് പ്രണയം തോന്നുകയും ചെയ്ത ഘട്ടത്തിൽ ചില ബൈബിൾ വചനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹെൻറി വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഒരു പുരുഷൻ തന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും അവർക്ക് കുട്ടികളില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും ബൈബിളിൽ പറയുന്നുണ്ട് എന്നായിരുന്നു ഹെൻറിയുടെ വാദം. ഈ ദിവ്യ നിയമം കണക്കിലെടുക്കാതെയാണ് പോപ്പ് ജൂലിയസ് 2 തന്നോട് കാതറിനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അതിനാലാണ് തനിക്കൊരു പുരുഷ അവകാശി ഇല്ലാതെ പോയതെന്നും ഹെൻറി വാദിച്ചു. ബൈബിൾ നിയമം മറികടക്കാൻ ഒരു പോപ്പിനും അവകാശമില്ലെന്നും ആയതിനാൽ കാതറിനുമായുള്ള തന്റെ വിവാഹം റദ്ദാക്കണമെന്നും ഹെൻറി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അന്നത്തെ പോപ്പ് ക്ലെമന്റ് 7 അനുവദിച്ചില്ല. ഇതോടെ കത്തോലിക്ക സഭയും ബ്രിട്ടീഷ് രാജകുടുംബവും 2 വഴിക്ക് പിരിഞ്ഞു. കാതറിനുമായുള്ള വിവാഹബന്ധം അസാധുവാക്കുന്നത് അനുവദിക്കാതിരുന്നതിന് പിന്നിൽ പോപ്പുമായി ബന്ധപ്പെട്ട ചില കുടുംബകാര്യങ്ങളും ഉണ്ടായിരുന്നു. പോപ്പ് ക്ലെമന്റ് 7 അന്നത്തെ റോമൻ ചക്രവർത്തി ചാൾസ് 5 സ്വാധീനത്തിലുള്ള വ്യക്തിയായിരുന്നു. ചാൾസ് 5 കാതറിന്റെ അനന്തരവനുമായിരുന്നു. ഈ കാരണവും ബ്രിട്ടീഷ് രാജകുടുംബവുമായുള്ള കാതറിന്റെ വിവാഹമോചനത്തിന് തടസ്സം നിൽക്കുന്നതിന് പ്രേരണയായി എന്നും ചരിത്രത്തിൽ പറയുന്നു. ഏതായാലും വിവാഹമോചനം സാധ്യമാകാതെ വന്നതോടെ ഹെൻറി കത്തോലിക്ക സഭയുമായി പിരിഞ്ഞു. തന്റെ വിവാഹമോചനം നടപ്പിലാക്കാനായി അദ്ദേഹം സ്വന്തമായി ഒരു സഭ തന്നെ ഉണ്ടാക്കി. അദ്ദേഹം തന്നെ അതിന്റെ പരമാധികാരിയുമായി. അവിടെ വെച്ച് അദ്ദേഹം തന്റെ വിവാഹം റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1533 മെയ് 23 കാതറിനുമായുള്ള തന്റെ വിവാഹം മുൻകാല പ്രാബല്യത്തോടുകൂടി റദ്ദാക്കിയതായി ഹെൻറി പ്രഖ്യാപിച്ചു. എന്നാൽ മരണം വരെ കാതറിൻ ഈ തീരുമാനം അംഗീകരിച്ചിരുന്നില്ല. ഹെൻറിയുടെ നിയമപ്രകാരമുള്ള ഭാര്യയും ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയും താൻ തന്നെയാണെന്ന് കാതറിൻ എല്ലാ കാലത്തും അവകാശപ്പെട്ടു. തന്റെ വിവാഹമോചനത്തിന് വേണ്ടി മാത്രം കത്തോലിക്ക സഭയുമായി പിരിഞ്ഞ് ഹെൻറി രൂപീകരിച്ചതായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അഥവാ ആംഗ്ലിക്കൻ ചർച്ച്. ഈ സഭയുടെ പരമോന്നത നേതാവായി ഹെൻറി തന്നെ സ്വയം പ്രഖ്യാപിച്ചു. എല്ലാ കാലത്തും ബ്രിട്ടീഷ് രാജാക്കന്മാരായിരിക്കും ആംഗ്ലിക്കൻ സഭയുടെ പരമോന്നത നേതാവെന്നും അവർ എപ്പോഴും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളായിരിക്കണമെന്നും ഹെൻറി പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ രാജാവോ രാജ്ഞിയോ കത്തോലിക്കനായാൽ അവർക്ക് ആംഗ്ലിക്കൻ സഭയുടെ നേതൃസ്ഥാനവും ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അധികാരവും നഷ്ടപ്പെടുമെന്നും ഹെൻറി നിയമമുണ്ടാക്കി. ചരിത്രപരമായി പിന്തുടർച്ചാവകാശത്തിലുള്ള ആരും കത്തോലിക്ക വിശ്വാസികളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും ഈ നിയമത്തിലുണ്ടായിരുന്നു. ഇത്തരം വിവിധ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമായി ഹെൻറി എഴുതിയുണ്ടാക്കി. ഇതെല്ലാം പരമ്പരാഗത റോമൻ കത്തോലിക്ക നിയമങ്ങൾക്കും മാർപ്പാപ്പയുടെ അധികാരങ്ങൾക്കും എതിരായിരുന്നു. ഫലത്തിൽ തന്റെ വിവാഹമോചനത്തിനു വേണ്ടി ഹെൻറി നടത്തിയ ഇടപെടലുകൾ ബ്രിട്ടീഷ് രാജകുടുംബത്തെ ഒന്നാകെ കത്തോലിക്ക സഭയിൽ നിന്ന് അകറ്റി. എന്നാൽ ഹെൻറിയുടെ കാലശേഷം ഇത്തരം നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില വിലക്കുകളെല്ലാം എല്ലാ കാലത്തും ബ്രിട്ടീഷ് രാജകുടുംബത്തിലുള്ളവരും ആംഗ്ലിക്കൻ ചർച്ചിന് കീഴിലുള്ളവരും ലംഘിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ 2015 ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പിന്തുടർച്ചാവകാശത്തിലുള്ള ഒരാൾക്ക് റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കാം എന്ന നിയമവും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴും അധികാരത്തിലിരിക്കുന്ന രാജാവ് പ്രൊട്ടസ്റ്റന്റ് ആംഗ്ലിക്കൻ തന്നെ ആയിരിക്കണമെന്നും നിയമത്തിൽ പറയുന്നു. ഇത്തരം നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നതിനാലാണ് ഇത്രയും കാലം ബ്രിട്ടീഷ് രാജാക്കന്മാരും മാർപ്പാപ്പമാരും ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നടക്കാതിരുന്നത്. ഹെൻറിക്ക് ശേഷം തന്നെ വത്തിക്കാനുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകളിൽ മഞ്ഞുരുകുകയും രാജാക്കന്മാർ വത്തിക്കാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന നടന്നത് ഇപ്പോഴാണ് എന്നു മാത്രം. ചാൾസും ഭാര്യ കാമിലയും ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ സന്ദർശിച്ചത്. ലിയോ 14 ചാൾസും നടത്തിയിട്ടുള്ള ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.